ഇന്ന് നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കോഴ്സ് ടോപ്പുകൾ എങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് പാറ്റേൺ മേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പാറ്റേൺ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറായാലും മതി, കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 32-33 ചെസ്റ്റ് അളവുള്ള ഒരാളുടെ ടോപ്പാണ് ചെയ്യണത്. നമ്മൾ പേപ്പറിൽ മെഷർ ചെയ്യുമ്പോൾ കറക്റ്റ് ഫിറ്റ്, അതായത് തയ്യൽ തുമ്പൊന്നും ഇല്ലാത്ത മെഷർമെൻറ്റ്സ് ആണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6.25 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് വേണം. അത് ഞാനിവിടെ ഒരു 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് നമുക്ക് കൊടുക്കാം. ടോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ല തുണിയിലിട്ട് ചെയ്യരുത് ഒരിക്കലും. നമ്മളിതുപോലെ ഒരു പാറ്റേൺ ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഷോൾഡർ സ്ലോപ്പ് അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നമുക്കൊരു 6.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ 32-33 ചെസ്റ്റ് അളവുള്ളവരുടെ ടോപ്പാണെന്നാണ് കേട്ടോ. പക്ഷെ ഞാനിവിടെ ഒരു 8.5 കൊടുക്കുന്നുണ്ട് ചെസ്റ്റ്. അതായത് 34 വരെ ചെസ്റ്റ് അളവുള്ളവർക്ക് ഈ മെഷർമെൻറ്റ്സ് മതിയാവും ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ളത്. 32 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 കൊടുത്താൽ മതി. 33 ആണെന്നുണ്ടെങ്കിൽ ഒരു 8.25 കൊടുത്താൽ മതി. ഞാനിവിടെ ആദ്യം ടേപ്പ് വെച്ച് അളന്നെടുത്തത് നമ്മൾ വരയ്ക്കണ ലൈൻ വളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. ചെസ്റ്റ് അടയാളപ്പെടുത്തുമ്പോൾ വരയ്ക്കണ ലൈൻ വളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ മുകളിൽ നിന്ന് ഒരു 6.5 ഇഞ്ച് നോക്കുന്നുണ്ട്. 6.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തതിൻ്റെ താഴോട്ടുനിന്ന് അവിടെ നിന്ന് താഴോട്ട് വേണം 6.5 ഇഞ്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 8.5 ചെസ്റ്റ് അളവ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്ക് പാർട്ടാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് ചെയ്തെടുക്കാൻ പോണത്. നിങ്ങൾക്ക് എത്രയാണ് ടോട്ടൽ ലെങ്ത്ത് വേണ്ടതെന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് തയ്ച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര വേണം ലെങ്ത്ത് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ ഒരു 16 ഇഞ്ച് ലെങ്ത്ത് മതി, അതുകൊണ്ട് ഞാൻ 16 ഇഞ്ച് കൊടുത്തിട്ടുള്ളൂ. ആ 16 ഇഞ്ച് ലെങ്ത്ത് കൊടുത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ താഴത്തെ വണ്ണം എത്രയാണോ അതിൻ്റെ 4/1 ഭാഗം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നമുക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. നമുക്ക് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലായ ഷോൾഡർ സ്ലോപ്പിൻ്റെ 1/2 ഇഞ്ച് ഭാഗം വിട്ടിട്ട് അതിന് താഴോട്ട് നിന്ന് എത്രയാണോ നമുക്ക് വരുന്നത്, അതായത് നമ്മുടെ 6.5 ഇഞ്ചിൻ്റെ അവിടെ പകുതി, 6.5 ഇഞ്ചിൻ്റെ നേർപകുതി നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ആ മാർക്ക് ചെയ്തതും പിന്നെ നമ്മുടെ ചെസ്റ്റ് പോയിന്റും കൂടി കറക്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് കുഴിച്ച് വരയ്ക്കാം. ഫ്രഞ്ച് കർവ് വെച്ച് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നേരെ തന്നെ ആയിരിക്കണം വെക്കണത്. ആ വീഡിയോയിൽ കാണുമ്പോൾ ചെരിച്ചൊന്നും വെക്കരുത്, കറക്റ്റ് നേരെ വെച്ചിട്ട് വേണം നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഈ സ്കെയിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാവുന്നതുള്ളൂ. നമുക്കിവിടെ ഷോൾഡർ സ്ലോപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. 3.5 ഇഞ്ചാണ് ഞാൻ നെക്ക് വിഡ്ത്ത് കൊടുത്തത്. പിന്നെ ഇറക്കം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര വേണം അത്രയും കൊടുക്കാം. കഴുത്തിൻ്റെ അകലവും ഇറക്കവും മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ബോക്സ് പോലെ ഒന്ന് വരച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. ബാക്കിലെ നെക്ക് ഞാൻ വരയ്ക്കുന്നത് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചാലും മതി. ഞാനിപ്പോൾ തൊള്ളാറിനോളം ചെറുതായിട്ട് അത് വെച്ചൊന്ന് വരച്ചു കൊടുത്തത്. ഞാൻ കൊടുത്തിട്ടുള്ളത് സ്ക്വയറിനൊക്കെ അല്ല, റൗണ്ടിനൊക്കെ അല്ല. എന്നിട്ട് നമുക്കത് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തെടുക്കാൻ മറക്കരുത് കേട്ടോ. രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് ചിരിച്ച് 1/2 ഇഞ്ച് ചിരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഈ ബാക്ക് പാർട്ട് വേറെ ന്യൂസ് പേപ്പറിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ബാക്ക് പാർട്ട് കറക്റ്റ് വെച്ചിട്ട് അതിൻ്റെ അരികത്തൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നെക്ക് എത്ര വേണം, എങ്ങനത്തെ ഷേപ്പ് വേണം എന്നുള്ളതൊക്കെ ഒന്ന് ഇവിടെ വരച്ച് കൊടുക്കാം കേട്ടോ. കഴുത്തകലം 1.5 ഇഞ്ചാണ് കൊടുത്തത്. പിന്നെ നിങ്ങൾക്ക് എത്ര ഇറക്കം വേണം എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബോക്സ് വരച്ച് കൊടുക്കുക. ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതുപോലെ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറുതായിട്ടൊരു സീറ്റ് ഹാർട്ട് നെക്ക് പോലെയാണ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്വയർ നെക്ക് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ബാക്ക് നെക്കിന് കൊടുത്ത പോലത്തെ ഡിസൈൻ കൊടുക്കാം. ഞാനിവിടെ സീറ്റ് ഹാർട്ട് നെക്ക് അധികം കാണാത്തതുകൊണ്ടാണ് ആ നെക്ക് കൊടുത്തത്. കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് സ്ക്വയർ നെക്കാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വെറൈറ്റി പിടിച്ചത്. പിന്നെ നെക്കിൻ്റെ താഴെ ഞാനൊരു 1/2 ഇഞ്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന പോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അത് ജോയിൻ ചെയ്തെടുത്തത് കേട്ടോ. സെൻറ്ററിൽ നമ്മൾ സ്റ്റിച്ച് വരുന്ന കാരണോട് ഞാൻ 1/2 ഇഞ്ച് ഒന്ന് പുറത്തേക്ക് എടുത്തത് കേട്ടോ.
നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. അവിടെയാണ് നമ്മളുടെ ആ ഡിസൈൻ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബസ് പോയിന്റ് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ വരുന്നത് ഒരു 9.5 ഇഞ്ചാണ്. ഇനി നമുക്ക് BP to BP അടയാളപ്പെടും. അത് 2 ബസ് പോയിന്റ് തമ്മിലുള്ള അകലമാണ് കേട്ടോ. അത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 7.5 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ പകുതി 3/4 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത ലൈനിൽ നിന്നും അവിടെ ഒരു 2 ഇഞ്ച് നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ച് കൊടുക്കുക. അതിൻ്റെ 2 സൈഡിലോട്ടും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതാണ് നമ്മൾ ടക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ്. ടക്കല്ല, നമ്മളവിടെ കട്ട് ചെയ്ത് പോകും. ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ടും 1/2 ഇഞ്ച് വെച്ച് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോണ കാരണം താഴെ ഷേപ്പിൻ്റെ ഭാഗത്ത് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇടണം. ഞാനിവിടെ ഇടാൻ മറന്നു പോയി കാണിക്കാനായിട്ട്. തുണിയിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു 1 ഇഞ്ച് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ആ ബസ് പോയിന്റിൻ്റെ അവിടെ നിന്ന് ആ 2 ഇഞ്ചിൻ്റെ 2 സൈഡിലോട്ട് മാർക്ക് ചെയ്തിട്ടുള്ള 1/2 ഇഞ്ചിലോട്ട് നമുക്കൊന്ന് ചെരിച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം. ഇനി ആ ബസ് പോയിന്റിൻ്റെ അവിടെ നമ്മുടെ നെക്ക് ലൈനിൻ്റെ അവിടേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കണം. നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് നമ്മുടെ ലൈൻ ചെരിഞ്ഞിരിക്കും കേട്ടോ. നമുക്ക് താഴെ ഷേപ്പ് വരച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ട് നമ്മൾക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ ഫ്രണ്ടിൽ ആം ഹോളൊന്നും ഇപ്പോൾ കുഴിച്ച് വരയ്ക്കണില്ല. ഞാൻ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ചിട്ട് വെട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാഞ്ഞത്. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പേപ്പർ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ തുണി കട്ട് ചെയ്യണ കത്രിക വെച്ചിട്ട് ഒരിക്കലും പേപ്പർ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി കട്ട് ചെയ്യണ കത്രികയുടെ മൂർച്ച പോകും നമ്മൾ പേപ്പർ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. വീഡിയോയിൽ കാണുന്ന പോലെ പാറ്റേൺ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഇതുപോലെ 3 പീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ 4 പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കണം. നടുക്ക് വരുന്ന ഭാഗത്തിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് 4 ആക്കി നമുക്ക് എടുക്കാം. നമ്മളെ പേപ്പർ കട്ടിങ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല തുണിയിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഈ ഭാഗം സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം വരുന്നിടത്ത് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് 1.5 ഇഞ്ച് ഷേപ്പ് വരുന്ന ഭാഗം ഷേപ്പിൻ്റെ താഴെ ഭാഗം ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ഇടണം. പിന്നെ താഴത്തെ പോർഷൻ 1/2 ഇഞ്ചും പിന്നെ അതിൻ്റെ സൈഡിൽ കൂട്ടി അടിക്കാനുള്ളതും 1/2 ഇഞ്ചും കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതിന് മുന്നായിട്ട് പേപ്പർ വെച്ചിട്ട് കറക്റ്റ് ലൈൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അളവ് പോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ആം ഹോളിൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെയും 1/4 ഇഞ്ചും നമ്മളെ ഷേപ്പിൻ്റെ ഭാഗത്ത് ഒരു 1.5 ഇഞ്ചും പിന്നെ അതിൻ്റെ താഴെയായിട്ടൊരു 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൽ ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നത് കാണിക്കാനില്ല. ഷേപ്പിൻ്റെ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അത് ഞാൻ മറന്നു പോയിട്ട് പിന്നെയാണ് ചെയ്ത് കൊടുത്തത്, കാരണം വീഡിയോയിൽ കാണാത്തത്. ഇനി നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഭാഗത്തൊക്കെ ഒരു 1/2 ഇഞ്ച് മാത്രം വെച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ടാപ്പിൽ അളന്ന് വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടും. ബാക്കി വരുന്നതിൽ ഇതുപോലെ തന്നെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കും. സെൻറ്ററിൽ വരുന്ന 2 പോർഷൻസിലും 1/2 ഇഞ്ച് മാത്രം 4 സൈഡിലും തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഷോൾഡറിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യാണ്. ഭാഗം ശ്രദ്ധിക്കണം, ഈ ഭാഗത്ത് ശ്രദ്ധിക്കണം. താഴെ നമ്മൾ ജോയിൻ ചെയ്ത് പോണ ഭാഗത്ത് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നു. ജോയിൻ ചെയ്യണ ഭാഗം എന്ന് പറയുമ്പോൾ താഴെ 2 ഇഞ്ച് കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലോട്ടും 1/2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തെടുത്ത് ആ ഭാഗം ഷേപ്പിൻ്റെ അവിടെ നിന്ന് പോകുമല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഷേപ്പിൻ്റെ അവിടെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത്. നമുക്ക് നല്ല പീസുകളൊക്കെ ലൈനിങ്ങിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. മെറ്റീരിയലിൻ്റെ ചീത്ത വശം വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമുക്കിതെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതിലൊക്കെ ലൈനിങ് വെച്ച പോലെ തന്നെ ബാക്ക് പീസിൽ ലൈനിങ് വെച്ച് കൊടുക്കാൻ മറക്കരുത്. ആ പീസസ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും താഴത്ത് നിന്ന് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരിക്കലും മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യരുത്. നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കിട്ടില്ല. 1 ഇഞ്ച് വീതിയിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. പിന്നെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ച് പിടിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട. നോർമലി എങ്ങനെയാണോ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ മതി. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ കൂടി ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ എല്ലാ പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആണ് ഇതിൻ്റെ മെയിൻ സംഭവം വരുന്നത്. ഈ ജോയിൻ ചെയ്ത് കൊടുത്തതിൻ്റെ തയ്യൽ തുമ്പ്, ഉള്ളിൽ കാണുന്ന ഈ തയ്യൽ തുമ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട്
നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നല്ല വശത്തോട്ട് ഇട്ടിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചീത്ത വശത്ത് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെന്ന് കാണിക്കുന്നത്. വേണമെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് ഇട്ടിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് കാണുന്നതാണ് ഈ ഡിസൈൻ്റെ ഭംഗിയായിട്ട് വരുന്നത്. ഇനി നമുക്ക് സ്ലീവിനുള്ള തുണി കട്ട് ചെയ്തെടുക്കണം. ആ തുണി 4 മടക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക അതുപോലെ സ്ലീവ് കട്ട് ചെയ്യണമെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. ഞാനിവിടെ എനിക്ക് വേണ്ട ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് മാത്രം എക്സ്ട്രാ തയ്യൽ തുമ്പ് ഞാൻ കൊടുത്തോളൂ. കാരണം ഞാൻ താഴെ ഭാഗം മടക്കി അടിക്കണില്ല. ഞാൻ അതിൻ്റെ മുകളിൽ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് പഫ് വെക്കാനുള്ളതാണ്. ഇപ്പം നിങ്ങളത് ആദ്യം കൊടുത്ത ലൈനിൽ നമ്മൾ നോർമലി എങ്ങനെയാണോ സ്ലീവ് വരയ്ക്കുക അതുപോലെ ഒന്ന് സ്ലീവ് വരച്ച് താഴെ ഭാഗത്തൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു മാർക്കിങ് കൊടുത്തിട്ട് അതിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് പുറത്തോട്ട് തള്ളി നിൽക്കണ പോലെ ആക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയാണ് ലൂസ് വേണ്ടത് ആ ലൂസ് വെച്ചിട്ടൊന്ന് താഴെ ഭാഗം വരെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഞാനിവിടെ ഇലാസ്റ്റിക് വെക്കണ കാരണമാണ് നല്ല ലൂസിലായിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴത്തെ കൈവണ്ണം എത്രയാണോ എന്നുള്ളത് അത് മാർക്ക് ചെയ്തിട്ട് നോർമലി സ്ലീവ് വരയ്ക്കുന്ന പോലെ വരയ്ക്കാം. ഇനി 4 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ പുറത്തോട്ട് കൊടുത്തതിലാണ് നമ്മൾ പഫിന് വേണ്ടിയിട്ടുള്ളത് കൊടുക്കണം. അവിടെ നിന്നും ഇതുപോലെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നോർമലി വരച്ച സ്ലീവിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് മുകളിലോട്ട് ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗമാണ് പഫിട്ട് കൊടുക്കേണ്ടത്. സ്ലീവിൻ്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ മെയിനായിട്ട് ടോപ്പ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് 2 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. പശ വരുന്ന ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് തുണി ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ക്യാൻവാസിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കണം. നെക്ക് വരച്ചെടുത്തിട്ട് അതിൻ്റെ താഴെ ഒരു 1 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. മുകളിലെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസ് തുണിയിൽ വെച്ച് അയൺ ചെയ്യുമ്പോൾ കഴുത്ത് അകലാണ്ടിരിക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത്. നമുക്ക് തുണിയിൽ വെച്ച് അയൺ ചെയ്തെടുത്തിട്ട് ഇതുപോലെ അറ്റത്തെ ഭാഗം ഒന്ന് മടക്കി അടിച്ച് കൊടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് ഇട്ടിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ട് കഴുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ക്യാൻവാസിൻ്റെ നല്ല ഭാഗം നമ്മൾ തുണിയുടെ നല്ല ഭാഗം വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ അരികത്ത് കൂടെ നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടില്ല അതിൻ്റെ അറ്റത്ത് കൂടെ ക്യാൻവാസിൽ കൊള്ളാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് പതിച്ചടിക്കണം. അതെങ്ങനെയാണ് പതിച്ചടിക്കണതെന്ന് വെച്ചിട്ട് ഉള്ളിലെ തയ്യൽ തുമ്പില്ലേ ക്യാൻവാസിൻ്റെ ഭാഗത്തോട്ടാക്കി മടക്കി വെച്ചിട്ട് ക്യാൻവാസിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ നല്ല തുണിമല്ലി കൊള്ളാതെ ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം മുഴുവനും. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലോട്ട് മടക്കി നോക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിവിടെ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളെ ബാക്ക് പീസും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് ടോപ്പിൻ്റെ താഴെ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കണം. അത് ഇതുപോലെ തന്നെ ക്യാൻവാസ് വെച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. പാട്ട് വേണമെന്നുണ്ടെങ്കിൽ മടക്കി അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവാസ് വെച്ച് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഫ്രണ്ട് പീസ് എങ്ങനെയാണ് ക്യാൻവാസ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ആ ടോപ്പ് മടക്കി ഇട്ടിട്ട് ഇതുപോലത്തെ ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ട് താഴെ ഒരു 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മൾ കഴുത്തിന് വെട്ടിയതുപോലെ തന്നെ വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതൊരു തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗത്ത് ഇതൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ കൂടെ ചെയ്യരുത്, ഫ്രണ്ടിൽ വെച്ച് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഫ്രണ്ടിലും ചുളി വരാൻ ചാൻസ് ഉണ്ട്. ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. നമുക്ക് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് മുന്നായിട്ട് നമുക്ക് പഫ് ഇട്ട് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ പഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന്. അതിനുശേഷം താഴെ ഇലാസ്റ്റിക് വെക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നത്. ഞാനൊരു 4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ കുറച്ച് തുണി ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അത് നല്ല ഭാഗത്ത് തന്നെ ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് വലിച്ചിട്ട് കൊടുക്കണം. ഉള്ളിലോട്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു അറ്റത്ത് വെച്ചിട്ട് നമ്മൾ ഇലാസ്റ്റിക്കും മെറ്റീരിയലും വെച്ചിട്ടൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് അറ്റത്തോട്ട് വലിച്ചിട്ടെടുക്കുക. എന്നിട്ട് അവിടെയും ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് ഭാഗം വേണമെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് മറിച്ചടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി മടക്കി അടിക്കണ പോലെ അടിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ സൈഡിൽ ഇൻവിസിബിൾ സിബാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് ഒരു വശം മാത്രമേ ഞാൻ അടിച്ചിട്ടുള്ളത് കാണിക്കുന്നത്. ഈ സൈഡിൽ ഞാൻ സ്ലീവ് വെച്ച് കൊടുത്തതിന് ശേഷം ഇൻവിസിബിൾ സിബ് വെക്കണമെന്നൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ടോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പറഞ്ഞു തന്നെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞോളണേ.